മോൻ കാണിക്കടാ. ഇവൻ എത്ര ദിവസം നിന്നു വെച്ചാ അതിന്റെ ഇരട്ടി കൂലി കൊടുത്തുട്ടേക്ക്. അവളുണ്ടല്ലോ മഞ്ജു, അവളിപ്പോ ഒരു ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേളായിട്ട് നിൽക്കുക. തോമസ് സാർ അവനെ പിരിച്ചുവിട്ടത് അവൻ തെറ്റ് ചെയ്തോണ്ടാ. അതുപോലെ തന്നെ കഞ്ചാവ് കേസിലെ പ്രതിയായ ഒരുത്തനെ നമ്മുടെ സൈറ്റിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല. അവനിപ്പോ ചെയ്യുന്ന പണി എവിടെ പോയാലും കിട്ടുമല്ലോ. എന്തൊരു ഗതിയുടെ മഞ്ജുന്റെ. അവള് സെയിൽസ് ഗേളായിട്ട് പോയി സാഗർ കൂലിപ്പണിക്കും. മഞ്ജുവിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ കണ്ണേട്ടാ. ആരോട് പറയാനാ? അമ്മയെ ആങ്ങളും കൂടി വളർത്തി വഷളാക്കി പെൺകുട്ടിയെ മഞ്ജു. അവൾക്ക് നല്ലത് പലപ്പോഴും പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഞാനാ. പക്ഷേ താൻ എന്റെ ജീവിതത്തിലേക്ക് വന്നോടുകൂടി അവളുടെ സ്വഭാവം മാറി. അതിനൊരു പരിധിവരെ കാരണക്കാരൻ മേഘനല്ലേ? മേഘനെ മാത്രം കുറ്റം പറയണ്ട. ഞാൻ കല്യാണം കഴിക്കുന്നത് അവൾക്കും ഇഷ്ടമല്ലായിരുന്നു. എന്റെ കണക്കില്ലാത്ത സമ്പത്ത് ആങ്ങളയ്ക്കും പെങ്ങൾക്കും കൂടി വീതിച്ചെടുക്കാനായിരുന്നു പ്ലാൻ. അതിന്റെ ഇടയ്ക്കാണല്ലോ നമ്മുടെ കല്യാണം നടന്നേ. ആൾക്കാരെന്തുകൊണ്ടാ ഈ സമ്പത്തിനെ ഇങ്ങനെ സ്നേഹിക്കുന്നതെന്നാ മനസ്സിലാവാത്തത്. ഇതെന്നായാലും മറ്റൊരാളിലേക്ക് പോവാനുള്ളതല്ലേ? അങ്ങനെയൊക്കെ എല്ലാരും ചിന്തിച്ചിരുന്നെങ്കില് ഇവിടെ കുറ്റകൃത്യങ്ങൾ കുറഞ്ഞേനെ. അങ്ങനെ മനുഷ്യൻ നന്നായി കഴിഞ്ഞ പിന്നെ ദൈവത്തിന് ജോലിയൊന്നുമില്ലല്ലോ. എന്തായാലും ഇന്നത്തെ ദിവസം അത്ര ശരിയല്ല. ഞാനവിടെ മഞ്ജുവിനെ കണ്ടു, പിന്നിപ്പോ സാഗറിനെ പറഞ്ഞു വിടുകയും ചെയ്തു. ഇതിപ്പോ മഞ്ജു അറിയുമ്പോ എങ്ങനെ പ്രതികരിക്കുന്ന പറയാൻ പറ്റില്ല. അതൊന്നും ഓർത്ത് താമസിക്കണ്ട. അവര് ജീവിക്കട്ടെ, ജീവിതം പഠിക്കട്ടെ. അതെ, കഷ്ടപ്പാട് അറിഞ്ഞ് ജീവിച്ചാലേ ജീവിതത്തിനൊരർത്ഥം ഉണ്ടാവും. നന്നായി ജീവിക്കാൻ പറ്റൂ. ഞാൻ കണ്ണേട്ടന് ഭക്ഷണം എടുത്തു വെക്കട്ടെ. കഴിക്കാറായോ? എനിക്ക് നല്ല വിശപ്പുണ്ട്. എന്നാ എടുത്തു. മേഘം വരുന്നുണ്ട്. എവിടെ? വാ, ആ റിസപ്ഷന്റെ അവിടെ.
എന്താ സാർ വേണ്ടത്? ആ അല്ല, ഇവിടെ ഈ മഞ്ജു എന്ന് പറയുന്ന ഒരു സ്റ്റാഫില്ലേ? ഉണ്ട്, മേളിലത്തെ ഫ്ലോറിലാ. ലിഫ്റ്റിൽ പോവാം സാർ. ആ ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. എന്നെ കണ്ടിട്ട് നീ ഒളിച്ചു നിൽക്കാറുന്നല്ലടി? എനിക്ക് അങ്ങനെ ഒളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓ, അപ്പൊ ഭാര്യ അധ്വാനിച്ച് ഭർത്താവിന് ചെലവിന് കൊടുക്കേണ്ട അവസ്ഥയായി. അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. പിന്നെ എന്തിനാ നിങ്ങളോട് പറയുന്നേ? അതെ, ഇവളെ എല്ലാവർക്കും അറിയാമോ നന്നായിട്ട്. എന്റെ മുറപ്പെണ്ണായിരുന്നു, പിന്നെ എന്റെ ഭാര്യയായി. അതിനുശേഷം ഇവള് വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടി അങ്ങ് പോയി. അല്ല, അവനിപ്പ കഞ്ചാവ് കേസിലെ പ്രതിയാ. ജാമ്യത്തിൽ ഇറങ്ങിട്ട് നടക്ക അല്ലടി? ജീവിക്കാൻ വേണ്ടിട്ടാ മഞ്ജു ഇവിടെ വരുന്നേ. പിന്നെ എന്തിനാ ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? എടി കൊച്ചേ, ഇവള് ജീവിക്കാൻ വേണ്ടിട്ടൊന്നല്ല ഇങ്ങോട്ട് വരുന്നത്, ആണുങ്ങളെ കറക്കെടുക്കാൻ വേണ്ടിട്ടാ. എന്താ സാറേ? ഇവിടെ ഉള്ള എല്ലാ ആണുങ്ങളും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഇവളുടെ കെട്ടിയവന് കോടതി ചെലവ് നടത്താൻ പോലും പൈസ കാണത്തില്ല. അതുകൊണ്ട് അവനെ ഇനി സഹിച്ചിട്ട് കാര്യമില്ലെന്ന് ഇവക്ക് അറിയാം. അങ്ങനെയുള്ളവള് അടുത്ത ആളെ വളച്ചെടുക്കാൻ നോക്കും. അങ്ങനെ സമയവും കാലവും നോക്കി ആണുങ്ങളെ തെരഞ്ഞെടുക്കുന്ന ഒരുത്തി അല്ലട ഞാൻ. എന്റെ കല്യാണം കഴിഞ്ഞ ശേഷമാ എനിക്ക് മനസ്സിലായത് ഇയാൾക്കൊരു കാമുകിയോ അതിലൊരു കുട്ടിയോ ഉണ്ടെന്ന്. അതെ, ഞാനിവിടെ പർച്ചേസ് നടത്താൻ വന്നതാ. അല്ലെ, അങ്ങനെയുള്ളവരെ അപമാനിക്കലാണോ നിന്റെ ജോലി? നീ പറഞ്ഞതിനുള്ള മറുപടിയാ ഞാൻ പറഞ്ഞത്. എന്താ, പർച്ചേസ് നടത്താൻ വരുന്നവർക്ക് കടയിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫിനെ എന്തും പറയാനാണോ നിന്റെ വിചാരം? നിന്റെ ഈ നികളിപ്പടലോ അത് ഉടനെ അവസാനിക്കൂടി. ആ പിന്നെ, ഇവളെ ഈ ടെക്സ്റ്റൈൽസിൽ വെച്ചോണ്ടിരുന്നാലേ ഇവിടെ കച്ചവടം നടക്കത്തില്ല എന്ന് മാത്രമല്ല, ഓരോ ദിവസം കഴിയും തോറും കച്ചവടം കുറഞ്ഞുകൊണ്ടിരിക്കും. അത്രയ്ക്ക് ഒന്നൊന്നര മുതല് ഒളി. എവിടെയും ജീവിക്കാൻ സമ്മതിക്കില്ലെന്നും പറഞ്ഞ് നടക്കുക. നീ ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട മഞ്ജു. ഇങ്ങനെ കുറെ എണ്ണമുണ്ട് പെൺകുട്ടികളുടെ വഴി മുടക്കുന്ന മനുഷ്യപ്പറ്റില്ലാത്തവന്മാര്.
മേഘൻ സാറോ? വാ. എന്തൊക്കെയുണ്ട് സാറേ വിശേഷം? ഇരിക്ക്. എടോ, കുറച്ചു നാളെ ആയുള്ളൂ ഞാൻ ജ്വല്ലറിയിൽ നിന്ന് വിട്ടിട്ട്. അതിനു മുമ്പ് താനും തന്റെ ആൾക്കാരും പർച്ചേസിന് വരുമ്പോ നല്ല ഡിസ്കൗണ്ട് ഞാൻ തന്നിട്ടുണ്ട്. ചില സമയത്ത് പണിക്കൂലി പോലും വാങ്ങിച്ചിട്ടില്ല. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടല്ലോ സാറേ. എന്റെ പെങ്ങടെ കല്യാണത്തിന് സാറ് തന്ന ഡിസ്കൗണ്ടും പണിക്കൂലി കുറവൊക്കെ കുറച്ചൊന്നുമല്ല ഞങ്ങളെ സഹായിച്ചത്. അങ്ങോട്ട് നന്ദി കാണിക്കുമ്പോ തിരിച്ച് നന്ദികേട് കാണിക്കരുത് ജയചന്ദ്ര. എന്താ സാറേ പറ്റിയത്? ഓ, എടോ, ഇവിടെ പുതുതായിട്ട് ഒരുത്തെ ജോലിക്കെടുത്തല്ലോ, ഒരു മഞ്ജു. ആ, മഞ്ജു. അവരെ അറിയൂ? എടോ, എനിക്കറിയോ അറിയില്ലേ എന്നുള്ള കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. എടോ, അവള് കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനോട് മോശമായിട്ട് പെരുമാറുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത അപ്പൊ നിങ്ങളുടെ കച്ചവടം കൂടുവോ അതോ കുറയോ? അവള് സാറിനെ ഇൻസൾട്ട് ചെയ്തോ? അവക്ക് ഞാൻ പറയുന്നതൊക്കെ കേൾക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട്. അതെന്താ സാറേ? സാറിന് മഞ്ജുനെ നേരത്തെ പരിചയമുണ്ടോ? എടോ, ഒരു ചെറിയ പരിചയമുണ്ട്. ആ, തനിക്കത് അറിയത്തില്ലല്ലേ? ഇല്ല, അറിയില്ലല്ലോ. താൻ എന്റെ കല്യാണത്തിന് വന്നിട്ടില്ലായിരുന്നല്ലേ? അതുകൊണ്ടാ തനിക്ക് അവളെ പരിചയമില്ലാത്തത്. അല്ല സാറേ, സാറിന് മഞ്ജുനെ എങ്ങനെ അറിയാം? ആ, അവളെന്റെ മുറപ്പെണ്ണായിരുന്നു. സ്വന്തം ഉറപ്പെണ്ണോ? അതെ. ആ, പിന്നീട് മറ്റൊരു ബന്ധം കൂടി ഉണ്ടായി. അതെ, അവൾ എന്റെ ഭാര്യയായി. സാറിന്റെ ഭാര്യയാണോ മഞ്ജു? എടോ, ഇപ്പൊ എന്റെ ഭാര്യയൊന്നുമല്ല. അതുകൊണ്ടാണ് അവൾക്ക് ഇപ്പൊ ഇങ്ങനെ വരേണ്ടി വന്നത്. അവളും സാറും കൂടി ഉടക്കി പിരിഞ്ഞാണോ? ഉടക്കൊന്നുമല്ല, അവളെ ഇടയ്ക്ക് ഒരുത്തൻ കട്ടോണ്ട് പോയി. എടോ, അവൾ എന്നും തെച്ചിട്ട് വേറൊരുത്തൻ്റെ കൂടെ പോയെന്ന്. അയ്യോ, അതെനിക്ക് അറിയില്ലായിരുന്നു സാർ. ഇപ്പൊ അറിഞ്ഞല്ലോ. അതുകൊണ്ട് എന്നോട് അപമര്യാദയായിട്ട് പെരുമാറിയ അവളെ ഈ നിമിഷം ഇവിടുന്ന് പുറത്താക്കണം. അത് സാർ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അവൾ ഇനി പുറത്താ സാറേ. കാണാൻ അത്യാവശ്യം ചന്തമൊക്കെ ഉള്ളതുകൊണ്ടാ ഞാൻ അവളെ ജോലിക്ക് വെച്ചേ. അതും ഇവിടുത്തെ ഒരു പ്രധാന സ്റ്റാഫുണ്ട്, അശ്വതി. അവള് പറഞ്ഞിട്ടാ. എന്നാ പിന്നെ അവളെയും കൂടി പറഞ്ഞു വിടറോ? അവൾ എന്തിനാ സാറേ പറഞ്ഞു വിടുന്നത്? അവൾ ഈ കട തുടങ്ങിയപ്പോ മുതലുള്ള സ്റ്റാഫാ. എന്തായാലും എന്നെ അപമാനിച്ചവള് എന്റെ മുന്നിൽ വെച്ച് എന്നെ പുറത്തു പോണം. അതിനെന്താ, സാറ് വാ. വാ സാറേ. നീ എന്തിനാ മഞ്ജു ഇങ്ങനെ വിഷമിക്കുന്നേ? അല്ല, അവൻ മാനേജറുടെ മുറിയിലേക്കാ പോയത്. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കോ എന്തോ. ഇപ്പോഴാ കഥകളൊക്കെ അറിഞ്ഞത് കേട്ടോ. ആ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. കടയിൽ വരുന്ന കസ്റ്റമറെ അപമാനിക്കാനാണോ നിനക്ക് ഞാൻ ജോലി തന്നത്? ഞാൻ മനഃപൂർവ്വം അപമാനിച്ചതല്ല സർ. എന്നെ ഇൻസൾട്ട് ചെയ്തപ്പോഴാ ഞാൻ തിരിച്ചു പറഞ്ഞത്. അത് ശരിയാ സർ. നീ വക്കാലത്തൊന്നും പറയണ്ട. നിന്റെ കെയർ ഓഫിലാ വന്നത് ഇവള്. അതുകൊണ്ട് നീ ഇവളുടെ ഭാഗത്ത് തെറ്റൊന്നും കാണില്ല. ഓ, അത് ശരി. അപ്പൊ ഇവളുടെ കെയർ ഓഫിലാണ് ഇവള് വന്നത്. മഞ്ജുവിന്റെ കൂട്ടുകാരിയാണ് അശ്വതി. ഓ, അല്ല, ഇങ്ങനൊരു കൂട്ടുകാരെ പറ്റി നീ നേരത്തെ പറഞ്ഞിട്ടില്ലല്ലോ. അതില് നിരാശയുണ്ടല്ലേ? ആണ് പെൺവേഷം കെട്ടിയാലും അതിന്റെ പിന്നാലെ പോവലല്ലേ തന്റെ സ്വഭാവം. എടോ, തനി വന്നേ. എടോ,
അതിന്റെ പിന്നിൽ വേറെ ചില കഥകളൊക്കെ ഉണ്ട്. ഇപ്പൊ അതൊന്നുമല്ല നമ്മുടെ വിഷയം. ഞാൻ 1-2 കരയുള്ള മുണ്ടും ജുബയൊക്കെ വാങ്ങാൻ വേണ്ടിട്ടാ വന്നത്. ആ സമയത്താ ഇവൾ എന്നെ നോവിച്ചത്. അതിനിവിടെ പർച്ചേസ് നടത്താൻ വന്നിട്ട് ചേട്ടനൊന്നും വേണമെന്ന് പറഞ്ഞില്ലല്ലോ ചേട്ടാ. ആഹാ, അപ്പോഴല്ലേ ഇവളെ കണ്ടത്. ആ നേരത്തല്ലേ ഇവൾ എന്നോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞത്. മേഘൻ സാർ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാ. അങ്ങനെയുള്ള ഒരാളെ പിണക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ദേ ഇന്ന് ചെയ്ത ജോലിയുടെ ശമ്പളവും വാങ്ങിച്ചോണ്ട് പോവാൻ നോക്ക്. സാറേ, അശ്വതിക്കും കൂടെ പോണോ? എനിക്ക് പൊയ്ക്കോ. എന്റെ ജയചന്ദ്ര, താൻ ഈ ടെക്സ്റ്റൈൽസിലെ മാനേജരാ. എടോ, ഇതിന്റെ മുതലാളിയുമായിട്ട് എനിക്ക് നല്ല പരിചയ. ഞാൻ സ്വർണ്ണക്കട മാനേജർ ആയിരിക്കുന്ന സമയത്ത് പലരും വന്ന് എന്നോട് ചോദിക്കാറുണ്ട്, ഇവിടെ തരക്കേടില്ലാത്ത ടെക്സ്റ്റൈൽസ് ഏതാന്ന്. എടോ, ഞാൻ ഇതിന്റെ പേര് ആ സമയത്ത് പറഞ്ഞു കൊടുക്കാറ്. അതൊക്കെ എനിക്ക് അറിയാലോ സാറേ. എന്നാ ഇവളെ പോലെ ഉള്ളതിനൊന്നും ഇനി ഇവിടെ വെച്ചേക്കരുത്. ഇനി ഇവളിവിടെ കാണില്ല സാർ. സാറിന് എന്താ വേണ്ടേന്ന് വെച്ചാ വാങ്ങിച്ചോണ്ട് പോവാൻ നോക്ക. ഇന്നിനിപ്പോ ഒന്നും വേണ്ടോ? ദേ, ഇവളുടെ മുഖം കണ്ടോണ്ട് ഒന്നും വാങ്ങാൻ തോന്നുന്നില്ല. ഞാൻ പിന്നെ ഒന്നോളാം. സർ, ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിന്ന് പോരുത്. പൊയ്ക്കോളണം. ഇന്നത്തോടെ അവളുടെ ചീട്ട് കീറൂടാ മോനെ. സാഗർ ജോലിയില്ലാതെ വീട്ടിലിരിക്കുമ്പോ ജോലി നഷ്ടപ്പെട്ട അവന്റെ മുമ്പിലേക്ക് ചെല്ലുന്ന മഞ്ജു. എടാ ഉണ്ണിക്കുട്ടാ, ഇനി രണ്ടും കൂടെ മുഖത്തോട് മുഖം നോക്കി ഇരിക്കട്ടെ. ഒരു കാരണവശാലും എന്നെ തേച്ചവരൊന്നും ഞാൻ ജീവിക്കാൻ അനുവദിക്കത്തില്ല. ബാക്കി എല്ലാവരുടെ കാര്യത്തിലും നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ നടക്കുന്നുണ്ട്. പക്ഷേ കണ്ണേട്ടന്റെ ഏട്ടത്തിന്റെ കാര്യത്തില് നമ്മൾ ചിന്തിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ മേഘേട്ടാ. അതും നടക്കൂടാ. നമ്മളെ കണ്ണനെയും മഹാലക്ഷ്മിയും 2 വഴിക്കാക്കിയിരിക്കും. ഇനി 2 വഴിക്കായാലും കണ്ണേട്ട എല്ലാ സ്വത്തുക്കളും അവരുടെ പേരിൽ എഴുതി വെച്ചില്ലേ? അതുകൊണ്ടാണല്ലോടാ അവളെ ജീവിച്ചിരിക്കരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. എടാ, നീ പറഞ്ഞതുപോലെ കണ്ണനും മഹാലക്ഷ്മിയും തമ്മിൽ വേർപിരിഞ്ഞാലും ഇനിയിപ്പോ രക്ഷയൊന്നുമില്ല. അവിടെ പിന്നെ ഒരു വേർപിരിയലും മരണത്തിലൂടെ ആയിരിക്കണം. കണ്ണൻ എന്ത് സംഭവിച്ചാലും മഹാലക്ഷ്മിക്ക് പരിക്ക് പറ്റരുതെന്ന് കരുതിയിട്ടാണ് അവനെല്ലാം കൂടെ അവക്ക് എഴുതി കൊടുത്തിരിക്കുന്നത്. ഞാൻ വർക്ക് സൈറ്റിൽ ചെന്നപ്പോ അവിടെ അവരുടെ ഒരു പ്രകടനം ഉണ്ടായിരുന്നു. ഓഫീസ് ജോലിക്ക് വച്ചവൻ എന്തിനാണ് സൈറ്റിൽ ചെന്നെന്നാ അവര് ചോദിച്ചത്. അവിടുത്തെ തൊഴിലാളികളാണെങ്കിലോ ഇപ്പൊ അവരെ ഓച്ചാനിച്ചാ നിൽക്കുന്നത്. എല്ലാവരും മാന്യന്മാരും, ഞാൻ അധികപ്പറ്റും. നീ വിഷമിക്കണ്ട മോനെ, എല്ലാത്തിനെയും നമുക്ക് ചുരണ്ടിക്കളയാം. കരുണയ്ക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടതുകൊണ്ട് ഇനി അവളും അവളുടെ മുത്തശ്ശിയൊക്കെ മഹാലക്ഷ്മിയും കണ്ണനെയും എന്തും ചെയ്യാൻ തയ്യാറാവും. അതൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്തണം. എന്തായാലും ഒരു കാര്യം നീ ഉറപ്പിച്ചോ, കഞ്ചാവ് കേസിൽ സാഗറിന് ജാമ്യം കിട്ടില്ല. അടുത്ത കോടതി കഴിയുമ്പോ അവൻ ജയിലില്ല. അതിനുശേഷം മഞ്ജു തിരികെ എത്തും എന്റെ അടുത്തോട്ട്, ജീവിക്കാൻ ഗത്യന്തരമില്ലാതെ.